ഇന്ന് നാം പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കൊച്ചു ഗ്രാമമായ വിളക്കന്നൂരിലെ ക്രിസ്തുരാജിന്റെ നാമത്തിൽ സ്ഥാപിതമായ ദേവാലയത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം കാണാനും അത് അനുഭവിക്കാനും വേണ്ടിയാണ്. രാവിലെ 7:20 പുറപ്പെടുന്ന ഏറനാട് എക്സ്പ്രസ് ട്രെയിനിൽ പുറപ്പെട്ട് 9:45 പയ്യന്നൂർ ഇറങ്ങി അവിടെ നിന്ന് ടാക്സിയിൽ തളിപ്പറമ്പ വഴിയാണ് നാം വിളക്കന്നൂർ ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. നാം എത്തിച്ചേരുമ്പോഴേക്കും ദേവാലയം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ആരാധനയും ധ്യാനവും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2013 നവംബർ 15 ദിവ്യബലിയുടെ സമയത്താണ് തിരുവോസ്തിയിൽ യേശുവിൻ്റെ മുഖം തെളിയുന്നത്. തുടർന്ന് തലശ്ശേരി രൂപതയും വത്തിക്കാനും നടത്തിയ 12 വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ 2025 മെയ് 31 ഇതിനെ ഒരു അത്ഭുതമായി പ്രഖ്യാപിക്കുകയും പൊതുദർശനത്തിനും ആരാധനയ്ക്കുമായി വിളക്കന്നൂർ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത് അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദിവ്യകാരുണ്യ അത്ഭുതം കണ്ടും അത് അനുഭവിച്ചും നമുക്ക് ഈ ദേവാലയത്തിൽ ഇവിടെ ചേർന്ന് ആരാധന നടത്തുന്ന ഭക്തജനങ്ങൾക്കൊപ്പം ആരാധനയിൽ പങ്കുചേരാം. മാതൃകയായി മുന്നിൽ നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയം, വിശ്വാസികൾക്ക് മധ്യസ്ഥയായി നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയം നമ്മളെ പഠിപ്പിക്കുന്ന, അവൻ വളർന്നു വരുമ്പോൾ ബന്ധുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ കേൾക്കേണ്ടി വന്ന അവരെ കുറിച്ച് കേട്ട അപവാദ പ്രചരണങ്ങൾ, പിന്നീട് അങ്ങോട്ടേക്ക് അവൻ സ്നേഹിച്ചു കൂടെ കൊണ്ടു നടന്നവൻ, ഒറ്റിക്കൊടുക്കുന്ന, ഒപ്പം നിർത്തിയവൻ തള്ളിപ്പറയുന്ന, അവനിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവർ തന്നെ ഇവരെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്ന തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ കന്യകാമറിയം വിശ്വസിച്ചു, സത്യമായും ദൈവത്തിന്റെ വാക്കുകൾ നിറവേറും എന്ന്. പരിശുദ്ധ ഈ ദിവസവും പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഈശോ ഇതായിരുന്നു. ഞാൻ പട്ടം കിട്ടി 10-25 വർഷമായ ഒരു പുരോഹിതനാണ്. 25 വർഷമായിട്ട് ഞാൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിപ്പോൾ അത്ഭുതങ്ങളൊക്കെ നമ്മൾ നേടുന്നുണ്ട്. ഞാൻ കർത്താവിനോട് പല സമയത്തും ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് കർത്താവ് കൃത്യമായിട്ട് ഇടം തരാറ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ കയ്യിൽ കൃത്യമായിട്ട് എല്ലാ ദിവസത്തെയും അങ്ങനെ ഈ അടയാളം കിട്ടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ എല്ലാ ദിവസവും സംഗതി ഇല്ല പോയി എന്തായിരിക്കും പറ്റി. ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കുർബാൻ്റെ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തയാണ്, എന്തായിരിക്കും പറ്റി, അത് തന്നില്ലല്ലോ, എൻ്റെ എന്ത് കുഴപ്പമാണോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. എന്തായാലും പിന്നെ തിരക്കാണെങ്കിൽ ചിന്തിക്കാൻ സമയമില്ല. അപ്പോൾ കാസയിൽ ഒക്കെ കഴുകി തുടയ്ക്കാൻ വേണ്ടി ഞാൻ പോയി. കാസയിൽ ഞാൻ വെള്ളമൊഴിച്ചു. പിന്നെ രക്തം ഉൾക്കൊണ്ടതിന് ശേഷം കാസയിൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞി കരട്. വേറൊന്നും ചിന്തിക്കാൻ, അത്ഭുതമായിട്ട് ചിന്തിക്കാനൊന്നും എനിക്ക് സമയമില്ല, ഞാൻ ചിന്തിച്ചിട്ടുമില്ല. പിന്നീടാണ് ചിന്തിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, കരടി കാസേനെ തോണ്ടി കളഞ്ഞിട്ട് അത് ഉൾക്കൊണ്ട് വേഗം തുടച്ചിട്ട് വേണം അടുത്ത പ്രാർത്ഥനയ്ക്ക് അവിടെ റെഡി ആയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരുത്താനുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിൽക്കാം. പതിവിലും ഞാൻ സ്പീഡിൽ കഴുകി തുടയ്ക്കുന്ന ആളാണെങ്കിൽ ഇച്ചിരി സമയം എടുക്കുക. കാരണം ഈ കരടെടുത്ത് കളയാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയത് കൊണ്ട് കരടെടുത്ത് കളയാൻ വേണ്ടി തോണ്ടി കഴിഞ്ഞപ്പം അവിടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കൈമുറിഞ്ഞിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ചോര ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ കലക്കലുണ്ട് വരില്ലേ. അപ്പോൾ അതേപോലെ കരട് കാണാനുമില്ല. ഞാൻ വിചാരിച്ചെൻ്റെ കൈ മുറിഞ്ഞായിരിക്കും വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ കൈ തട്ടിയിട്ടുമില്ല, മുറിഞ്ഞിട്ടുമില്ല. അത് തീർന്നു. ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ ഉൾക്കൊണ്ടു. ഞാൻ പോയി ക്ലാസ് പിന്നോസ് ഉറച്ചു വെച്ചു. ഞാൻ പോയി. ഞാൻ അതിനെക്കുറിച്ച് അന്നേ ദിവസം ഒന്നും ചിന്തിച്ചിട്ടില്ല.
പറയാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് പ്രത്യേകം തോന്നിയില്ല. പക്ഷെ ഇങ്ങനെ സംഭവിച്ചായിരുന്നു. അതിനെപ്പറ്റി ഞാൻ പിന്നെ ചിന്തിച്ചൊന്നുമില്ല. ആ വേറെ കാര്യങ്ങളൊക്കെ പോയി. പിറ്റേ ദിവസവും ബലിയർപ്പിച്ചു. ഇല്ല, പോയി, കംപ്ലീറ്റ് പോയി. അന്നത്തെ ദിവസത്തിന് ശേഷം ഇന്ന് വരെ ഈ കയ്യിൽ കിട്ടുന്ന അടയാളം എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ദൈവത്തോട് ചോദിക്കും. നമുക്കങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ, ലോക്കലായിട്ട് ചോദിക്കുക. അതാണ് ദൈവത്തിന് ഇഷ്ടം. വലിയ സിമ്പിളായിട്ട് ചോദിക്കാം. അതാ എന്നാലും ഇത്രയും നാൾ തന്നിട്ട് നീ ഇപ്പം അത് എടുത്തു കളയാനായിട്ട് കാരണം എൻ്റെ തീരും കുഴപ്പമാണ്. അതും വളരെ തീക്ഷ്ണതയോടെ, എന്നെ തീക്ഷ്ണമതി എന്നാണ് എന്നെ പറയുന്നത്. തീക്ഷ്ണതയോടെ ബലിയർപ്പിക്കുകയും പ്രഭാതത്തിൽ എഴുന്നേറ്റ് കാര്യങ്ങളും പ്രാർത്ഥനയും അതുപോലുള്ള കാര്യങ്ങളും തീക്ഷ്ണതയോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായിരിക്കും പ്രശ്നം? അങ്ങനെ അതാർന്ന് കണ്ടെങ്കിലും ഞാനൊന്നും ചിന്തിച്ചില്ല. എന്തെങ്കിലും കരടായിരിക്കുമെന്നാണ് വിചാരിച്ചു. അപ്പൊ ഈശോ ഇതെനിക്ക് കാണിച്ചു തരണം. അന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിനക്ക് മനസ്സിലില്ല, നീ മറ്റേ അത് മാത്രമേ അത്ഭുതമുള്ളൂ, അനുഗ്രഹമുള്ളൂ എന്ന് ചിന്തിച്ചിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ആത്മീയ ഗുരുക്കളോടൊക്കെ സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ കുറച്ചുകൂടെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ചാൻസ് വരുന്നത്. ഞാൻ കയറി പോരാൻ സമ്മതിച്ചു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പ് വരുന്നത്. ഇത് ഞാൻ എൻ്റെ പള്ളിയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു വാർഡിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ അടയാളം കാണേണ്ട ആവശ്യമില്ല. അല്ല, ഈ പിടഞ്ഞു വരിക്കുന്ന ഈ പുത്രൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി പരിശുദ്ധ കന്യകാമറിയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് ഈശോ ഇത് നമ്മുടെ മുമ്പിലേക്ക് തരുമ്പോ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന, നിന്റെ നാവിൻ തുമ്പിലേക്ക് ഈശോ തരുന്ന ഈ വിശുദ്ധ കുർബാന, വിളക്കന്നൂരിലെ അത്താരിയിൽ തിരുവോസ്തിയിൽ തെളിഞ്ഞ ഈ കർത്താവിന്റെ മുഖം, അത് നിന്നോട് പറയുന്ന സന്ദേശമുണ്ട്. അത് വെറുതെ അങ്ങനെ ഉണ്ടായതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കണം. ഇത് ലോകത്തിന് മുഴുവൻ ഒരു സാക്ഷ്യമായിട്ട്, ഒരടയാളമായിട്ട് ദൈവം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്. നമ്മള് പൗലോസ് മടുത്താണ് ഒരു പാട്ട്, ചെറിയൊരു ഒന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇന്നതിൻ്റെ മുന്നിലേക്ക് കഴിഞ്ഞു. എൻ്റെ ഈശോ, ഇതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. കാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ആരാധന
സ്നേഹം മുറിവുണക്കിയിടും തൈലം എന്നാവിലലിയും ഹൃദയേ വസിക്കും വിരുന്നൊരുക്കിയിടും കൃപയാൽ ഈശോ നീയൻ പ്രാണനാഥൻ ഈശോ നീയൻ ജീവനാഥൻ ഈശോ നീയൻ പ്രാണനാഥൻ ഈശോ നീയൻ ജീവനാഥൻ ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ ദിവ്യകാരുണ്യമേ ആരാധ്യനേ കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന ഓ എന്നെന്നും ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാരും കാണാ കണ്ണീരിൽ നാഥൻ അനുഗ്രഹമഴവില്ലു തീർക്കും പ്രത്യാശ നൽകും സന്തോഷമാകും പടിയിറങ്ങിടും പാപം ഈശോ നീയൻ പ്രാണനാഥൻ ഈശോ നീയൻ ജീവനാഥൻ ഈശോ നീയൻ പ്രാണനാഥൻ ഈശോ നീയൻ ജീവനാഥൻ ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ ദിവ്യകാരുണ്യമേ ആരാധ്യനേ കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന ഓ എന്നെന്നും ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന വലിയ കൃപയുടെ അഭിഷേകങ്ങളിലേക്ക് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിന്റെ ആത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ ആത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ കൃപകൾ സമൃദ്ധമായി ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പോലെ കർത്താവേ അങ്ങയുടെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് നൽകിയ ദാനമായി നൽകിയ മക്കളെ സ്വീകരിച്ച് കുടുംബത്തെ മാതാപിതാക്കളൊക്കെ അനുഗ്രഹിക്കണം. കർത്താവേ ഇവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെ അനേകരിലേക്ക് അങ്ങയുടെ അത്ഭുതകരമായ കൃപ വർഷിക്കപ്പെടുന്നതിന് കർത്താവേ വിശ്വാസം കൂടുതൽ ക്ഷമിക്കുന്നതിന് കൃപയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഫോട്ടോയിൽ തീർക്കാനല്ല ക്രിസ്തു തന്റെ മുഖം ഈ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പരിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോൾ ഈ ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതിൽ തുടക്കം മുതൽ അവസാനം വരെ പങ്കുചേരണം. ശരിക്കും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് ആരാണ്? ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന അപ്പം നിസ്സാരമായി കണക്കാക്കി ഈശോയുടെ ശരീരത്തെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഗൗരവമായിട്ട് കാണാം. നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത് നമ്മളെ വരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ ഈശോ വീണ്ടും നമ്മളെ വരമേൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവിൽ നിന്ന് നമുക്കിത് ലഭിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? തലമുറകൾക്ക് കൈമാറിക്കൊടുക്കുക. ഈ വിശ്വാസം തീക്ഷ്ണതയോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിളക്കന്നൂർ ചർച്ചിലെ യേശുവിൻ്റെ തിരുമുഖ ദർശനത്തിന് ശേഷം ഈ ദിവ്യാത്ഭുതം കണ്ട ആനന്ദാനുഭൂതിയോടെ നാം തിരിച്ച് നമ്മുടെ വീടിനെ ലക്ഷ്യമാക്കി വന്ന ടാക്സിയിൽ തന്നെ തളിപ്പറമ്പിലേക്കും അവിടെ നിന്ന് പയ്യന്നൂരിലേക്കും തിരിച്ച് മംഗലാപുരത്തേക്കും നമ്മുടെ യാത്ര തിരിക്കുകയാണ്. ഒത്തിരിയേറെ സന്തോഷത്തോടെ, ആത്മ നിർവൃതിയോടെ.